ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോ. എല്ലാവർക്കും സുഖമല്ലേ? ഒരു സാധാരണ മണ്ഡലകാലത്ത് പമ്പയിലേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ആ ഭക്തിസാന്ദ്രമായ അനുഭവം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നത്തെ യാത്ര ചെയ്യാനെത്തിയത്. അല്പം വിഷമത്തോടു കൂടി തന്നെ പറഞ്ഞുകൊള്ളട്ടെ, മുമ്പ് പലതവണ ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു ശബരിമല യാത്ര ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായത്. ഞാനിപ്പോഴുള്ളത് കൊച്ചി നഗരത്തിലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് KSRTC ഓപ്പറേറ്റ് ചെയ്യുന്ന പമ്പ സ്പെഷ്യൽ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത്. ആട് നിന്നെടുത്ത് പൂട പോലുമില്ല എന്ന് പറയും പോലെ രാവിലെ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ ബിൽഡിംഗ് പൂർണ്ണമായും പൊളിച്ച അവസ്ഥയായിരുന്നു. എയർപോർട്ടിനെ വെല്ലുന്ന തരത്തിൽ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയത്. അതിവേഗമാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ മറ്റൊരു പ്രധാന റെയിൽവേ സ്റ്റേഷനായ നോർത്ത് റെയിൽവേ സ്റ്റേഷനും എയർപോർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. 450 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളാണ് ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുമായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാമിമാർ കയറിയതോടുകൂടി ഏകദേശം 10 മണിക്ക് തന്നെ ഞങ്ങളുടെ ബസ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശബരിമലയിലെ ഭക്തജന തിരക്കും റോഡിലെ ബ്ലോക്കും ചാനലുകളിൽ നിറഞ്ഞു നിന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഈ യാത്ര നടത്തിയത്. 15 മണിക്കൂർ കൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് പമ്പയിലേക്കുള്ള 150 കിലോമീറ്റർ ഞങ്ങൾ പിന്നിട്ടത് എന്നുകൂടി പറയുമ്പോൾ എന്തായിരുന്നു അവസ്ഥയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. മണ്ഡലകാലം പ്രമാണിച്ച് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 24 മണിക്കൂറും പമ്പയിലേക്ക് KSRTC ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പമ്പ സ്പെഷ്യൽ ബസ്സുകളായതിനാൽ തന്നെ ഓൺലൈൻ വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയില്ല. ടിക്കറ്റ്സ് ബസ്സിനകത്ത് നിന്ന് തന്നെയാണ് ലഭിക്കുക. സീറ്റുകൾ ഫില്ലാകുന്ന മുറയ്ക്കാണ് ബസ്സുകൾ പമ്പയിലേക്ക് പുറപ്പെടുക. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ദിവസേന എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത്. പ്രധാനമായും അവരെ ഉദ്ദേശിച്ചാണ് ഈ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. RPK 191 നമ്പർ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് ഞാൻ ഇന്ന് പമ്പയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഷംസീർ സാറും ശരത് സാറുമാണ് ഇന്ന് ഡ്യൂട്ടിയിലുള്ളത്. ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരാണ് ബസ്സിലെ യാത്രക്കാരിലധികവും. കൊച്ചിയിൽ നിന്ന് തലയോലപ്പറമ്പ്, കുറവിലങ്ങാട്, പാല, എരുമേലി വഴിയാണ് ഈ ബസ് പമ്പയിലേക്ക് പോകുന്നത്.
അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിയോടെ ഞങ്ങൾ എരുമേലിയിലേക്ക് എത്തി. ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ അയ്യപ്പ ഭക്തരുടെ നല്ല തിരക്ക് ദൃശ്യമായിരുന്നു. 2 മണിക്കൂർ ബസ് ഇവിടെ നിർത്തിയിടുന്നുണ്ട്. അയ്യപ്പ ഭക്തർക്ക് എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലും വാവര് പള്ളിയിലും പോകാനും ഭക്ഷണം കഴിക്കാനുമാണ് ബസ് ഇത്രയും നേരം ഇവിടെ നിർത്തുന്നത്. ഭക്തിസാന്ദ്രമായ കാഴ്ചകളാണ് എവിടെയും. കന്നിസ്വാമിമാർ പേട്ട തുള്ളുന്നുണ്ടായിരുന്നു. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി താളമേള വാദ്യ അകമ്പടിയോടെ നടത്തുന്ന അനുഷ്ഠാന നൃത്തമാണ് എരുമേലി പേട്ടതുള്ളൽ. ഡിസംബർ ജനുവരി മണ്ഡല മകരവിളക്ക് കാലത്ത് എരുമേലിയിലാണ് ഇത് നടത്തപ്പെടുന്നത്. ശബരിമലയിൽ ആദ്യമായി വരുന്ന കന്നിസ്വാമിമാരാണ് പേട്ട തുള്ളുന്നത്. മുഖത്ത് ചായം തേച്ച് തടി കൊണ്ടുള്ള ആയുധങ്ങളുമായി നൃത്തം ചവിട്ടുന്ന ചടങ്ങാണ് പേട്ടതുള്ളൽ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഒരുവൻ്റെ അഹന്തയെ വെടിഞ്ഞ് അയ്യപ്പന് സ്വയം അടിയറവ് വയ്ക്കുക എന്നതാണ്. പേട്ട തുള്ളുന്നവർ എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിനും വാവര് പള്ളിക്കും ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. പിന്നീട് ദേഹശുദ്ധി വരുത്തിയ ശേഷം ക്ഷേത്രം സന്ദർശിച്ച് അയ്യപ്പനിൽ നിന്ന് ശബരിമല കയറുവാനുള്ള അനുവാദം വാങ്ങുന്നു. അങ്ങനെ വൈകിട്ട് 4 മണിയോടെ ബസ് എരുമേലിയിൽ നിന്ന് പമ്പയിലേക്ക് പുറപ്പെട്ടു.
എരുമേലിയിൽ നിന്ന് പമ്പയിലേക്ക് വെറും 45 കിലോമീറ്റർ മാത്രമാണ് ദൂരം. സാധാരണഗതിയിൽ 1 മണിക്കൂർ കൊണ്ട് ഈ ദൂരം പിന്നിടാവുന്നതാണ്. പക്ഷേ ഏതാനും കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ തന്നെ ബ്ലോക്ക് തുടങ്ങി. പമ്പാവാലി എത്തിയതോടെ ബസ് പൂർണ്ണമായി നിർത്തിയിടേണ്ട സാഹചര്യമായി. മുന്നിൽ വരിവരിയായി ഭക്തരുടെ വാഹനങ്ങൾ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊക്കെ എന്നവിടെ വന്നത്? അപ്പൊക്കെ എന്നവിടെ വന്നത്? അയ്യപ്പോ അയ്യപ്പോ സമയം രാത്രി 7 മണിയോടടുക്കുന്നു. കഴിഞ്ഞ 2 മണിക്കൂറായി ഈ ബസ് അനങ്ങിയിട്ടില്ല. എനിക്കാണെങ്കിൽ വിശന്നു തുടങ്ങിയിട്ടുണ്ട്. ബസ്സിൽ ചെറിയ കുട്ടികളും പ്രായമായവരും ഉണ്ട്. വണ്ടി നീങ്ങുന്നതും പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 8 മണി. നേരത്തെ നിന്നിടത്ത് നിന്ന് ഒരു 100 മീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ടാകും.
അവിടെയുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ബസ് ഓടിത്തുടങ്ങുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ. അറ്റ്ലീസ്റ്റ് KSRTC ബസ്സുകളെങ്കിലും പമ്പയിലേക്ക് കടത്തി വിട്ടിരുന്നെങ്കിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന അയ്യപ്പ ഭക്തർക്കെങ്കിലും തിരികെ പോകാമായിരുന്നു. ഈ ബസ്സുകൾ അവിടേക്ക് പോയാലല്ലേ അവിടെ നിന്ന് തിരികെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയൂ. സമയം രാത്രി 12 മണിയോടടുക്കുന്നു. എല്ലാവരും തീർത്തും നിരാശയിലാണ്. നേരത്തെ നിന്നിടത്ത് നിന്ന് 5 കിലോമീറ്റർ മുന്നോട്ട് പോയി കാണണം. ഇതുപോലെ പ്രയാസമേറിയ ശബരിമല യാത്ര നേരത്തെ എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ അർദ്ധരാത്രി 12:30 ബസ് നിലയ്ക്കലേക്കെത്തി. നിലയ്ക്കലിൽ നിന്ന് നിരവധി ഭക്തർ ഞങ്ങളുടെ ബസ്സിൽ കയറി. അങ്ങനെ വീണ്ടും മുന്നോട്ട്. ഒടുവിൽ രാത്രി 1 മണിയോടെ ഞങ്ങൾ പമ്പയിലേക്കെത്തി. കൊച്ചി മുതൽ പമ്പ വരെയുള്ള 150 കിലോമീറ്റർ പിന്നിടാൻ വേണ്ടി വന്നത് 15 മണിക്കൂർ. സാധാരണ കരിമല കയറ്റം കഠിനമെൻ്റയ്യപ്പ എന്നാണ് പറയാറ്. എന്നാൽ ഇത്തവണ പമ്പ വരെ ഒന്ന് എത്തിപ്പെടാനാണ് അതിനേക്കാൾ ബുദ്ധിമുട്ടെന്ന് എൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തോന്നിപ്പോയി. ത്രിവേണിയിൽ ഈ സമയത്തും വലിയ തിരക്കുണ്ട്. എവിടെയും ശരണം വിളിയുടെ അലയലുകൾ മാത്രം. ഇത്രയും നേരം മനസ്സിൽ തളം കെട്ടി നിന്ന പ്രയാസങ്ങളും ടെൻഷനുമെല്ലാം പെട്ടെന്ന് മാറിയ പോലെ തോന്നി. അയ്യപ്പസ്വാമി എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. സ്വാമിയെ ശരണമയ്യപ്പ. ശരണം വിളിച്ചുകൊണ്ട് സ്വാമിമാർക്കൊപ്പം ഞാൻ മുന്നോട്ട് കടന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye all.